നമ്മൾ എത്രയും കൂടുതലായിട്ട് നമ്മൾ ഫാറ്റ് സക്ക് ചെയ്യുന്ന അത്രയും ചിലപ്പം നമുക്ക് ICU കെയറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. യൂഷ്വൽ സേഫ്റ്റി ഒരു 5 ലിറ്റേഴ്സിന് താഴെ ആണെങ്കിൽ ക്വൈറ്റ് ഒരു സേഫ് ആയിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ സർ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഈ ലൈപ്പോസക്ഷൻ ചെയ്യുന്നത്? ലൈപ്പോസക്ഷൻ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നോർമലായിട്ടുള്ള എല്ലാ സർജറിയിൽ വരുന്ന കോംപ്ലിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, ഹെമാറ്റോമ അല്ലെങ്കിൽ ബ്ലഡ് കൂട്ടിക്കിടക്കുന്നത്, അതുപോലെ സിറോമാസ്, ഈ ബോഡിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവാറുണ്ട്. റെയറായിട്ട് ഈ ഫാറ്റ് ബ്ലഡ് വെസലിൽ കയറി എംബോളിസം ആയിട്ട് ആവാറുണ്ട്. പക്ഷേ അത് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു അൺകോമൺ കോംപ്ലിക്കേഷന് ഒത്തിരി, അതും കൂടുതലായിട്ട് നമ്മൾ ഒത്തിരി ഹെവി വോളിയം അല്ലെങ്കിൽ ഹൈ വോളിയം ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് ആവാറുണ്ട്. സർ ഒരു പ്രായമുണ്ടോ, അതായത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ? നോർമലി ചിൽഡ്രനിൽ നമ്മൾ ഇത് അഡ്വൈസ് ചെയ്യാറില്ല. നോർമലി ഒരു അഡൾട്ട്സിനാണ് കൂടുതലായിട്ട് ചെയ്യാറില്ല. പിന്നെ ഓൾഡ് ഏജിലും അത് ഒരു പേഴ്സൺ ഫിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു 60 ഇയർ ഓൾഡ് ഇൻഡിവിജ്വൽ ആണെങ്കിലും നല്ലൊരു മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. 70 ഇയർ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, ഒരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു കുട്ടികൾക്ക് യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. പിന്നെ ചില കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യാറുണ്ട് കുട്ടികൾക്ക്. അതിപ്പം ഗൈനക്കോമാസ്റ്റിയ പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ നോർമലി ഒരു 12-14 ആകുമ്പോഴത്തേക്കും നോർമൽ ഹോർമോണൽ ചേഞ്ചസ് മെയിൽ ബ്രസ്റ്റിൽ ഓവറുണ്ട്. അപ്പോൾ അങ്ങനെ ഹോർമോൺ ചേഞ്ചസിൽ ബ്രസ്റ്റ് ചിലപ്പോൾ മെയിൽസിൽ കുറച്ചൊന്ന് സൈസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് യൂഷ്വലി ഒരു 14 to 16 അകത്ത് അത് സെറ്റിൽ ആവാറുണ്ട്. അഥവാ അത് സെറ്റിൽ ആയില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഭയങ്കര ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. അവർക്ക് സ്വിമ്മിങ്ങിന് പോകത്തില്ല, അവർക്ക് തുണി മാറ്റാനും വേറെ പ്രശ്നങ്ങളിലും എല്ലാം വേറെ ഫ്രണ്ട്സിനെ കൂടെ നിൽക്കാനും ഫ്രണ്ട്സ് കളിയാക്കുകയും അങ്ങനെയൊക്കെ കുറേ ടീഷർട്ട്സ് ഇടാക്കത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുള്ളപ്പം നമ്മളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു യങ്ങർ ഏജ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും ഒരു വെരി യങ് ചിൽഡ്രനിൽ ചെയ്യാറില്ല. അത് ആക്ച്വലി ഒരു 14-15 ആവറേജ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ചില ഇൻഡിക്കേഷൻസിലേ ഉള്ളൂ യങ് ഏജ് ചെയ്യാറ്, അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ അഡൽട്ട്സിനാണ് അത് ചെയ്യാറ്. സർ ഈ ടമ്മി ടക്ക് എന്ന് കേട്ടിട്ടുണ്ട്, അതെന്താണ് സാർ സംഭവം? ടമ്മി ടക്ക് ആക്ച്വലി ഈ വയറ് ചാടിക്കിടക്കുന്ന അല്ലെങ്കിൽ കൊടുവയറുള്ള ഒരു ആൾക്കാർക്കാണ് ചെയ്യാറുള്ളത്. നോർമലി അത് 2-3 പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് ഈ വയറ്, ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ് ലീഡ് ചെയ്ത് ഫാറ്റി ഡയറ്റ് കൂടുതൽ കഴിച്ച് ആകുമ്പോൾ നമ്മുടെ വയറിൽ ആ ഭാഗത്ത് ഫാറ്റ് അധികമായിട്ട് ഡെപ്പോസിറ്റ് ആകും. അപ്പോൾ അത് ഫാറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് കൊടുവയറ് പോലെ തോന്നും. സെക്കൻഡ് കോസ് നമ്മുടെ എക്സസൈസ് ഒന്നും ഇല്ലാതെ ലാക്സ് മസിൽസ് ഉണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗത്തുള്ള മസിൽസൊക്കെ വീക്ക് ആകുമ്പോഴത്തേക്കും വയറിങ്ങനെ ചാടിക്കിടക്കും. മൂന്നാമത്തെ ചിലപ്പോൾ നമ്മൾ ഓവർ വെയ്റ്റ് ആയ പേഴ്സൺ ആദ്യം വെയിറ്റ് ലൂസ് ചെയ്തിട്ട് സഡൻലി നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ലൂസായി ഇങ്ങനെ ചാടിക്കിടക്കും. അങ്ങനെ 2-3 പ്രശ്നങ്ങളുണ്ട് ഈ വയറിൻ്റെ ഭാഗത്തുള്ള ഈ ഇത് നമ്മൾ ലിഫ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് പേഷ്യൻസ് വരുന്ന നമ്മൾ നോർമലി ഒരു ഇവാലുവേഷൻ ചെയ്യാറുണ്ട്. എന്തുവാ ഇവരുടെ പ്രശ്നം? ഒന്ന് ഫാറ്റ് ആണോ കൂടുതൽ, മസിൽ ലാക്സിറ്റി ആണോ, അതോ സ്കിൻ ലാക്സിറ്റി ആണോ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഭാഗമാണ് നമ്മൾ. ഇപ്പം ഫാറ്റ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കീ ഹോൾ സർജറി പോലെ 2-3 കൊച്ച് 1 സെൻറ്റിമീറ്റർ ഇൻസിഷൻ ചെയ്തിട്ട് ഈ കുരലിട്ടിട്ട് ഫാറ്റ് നമ്മൾ സക്ക് ചെയ്തിട്ട് അവരുടെ വയറിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. രണ്ടാമത്തെ മസിൽ ലാക്സിറ്റി ഉണ്ടെങ്കിൽ ആ മസിൽസ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയുന്നത്, വലിയൊരു ഇൻസിഷൻ ഉണ്ടാക്കി പൊക്കിളിൻ്റെ താഴെ ഒരു ഇൻസിഷൻ ഉണ്ടാക്കും, അംബ്ലിക്കസിന് താഴെ ഇൻസിഷൻ ഉണ്ടാക്കി ഈ ഫ്ലാപ്പ് മുഴുവൻ റേസ് ചെയ്തിട്ട് താഴത്തെ മസിലിനെ ഓപ്പൺ ചെയ്യും. ഈ മസിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിങ്ങനെ വൈഡായിട്ട് കിടക്കും. നോർമൽ മസിൽസ് ഇങ്ങനെ സെൻട്രലായിട്ട് വന്ന് നമ്മൾ ഈ 6 പാക്സ് കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ നമ്മൾ പ്രഗ്നൻസിയിലും എക്സസൈസ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ നമ്മുടെ ഈ വയറങ്ങ് ലാക്സ് ആവും. അപ്പോൾ ഈ മസിൽസ് അങ്ങ് സ്പ്രെഡ് ആവും. അപ്പോൾ ഈ സ്പ്രെഡ് ആയ മസിൽസിന് തിരിച്ച് അവരുടെ പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് അവരെ പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ആ കറക്റ്റ് ലൈൻ ഇട്ടിട്ട് അത് ആ മസിൽ റിപ്പയർ എന്ന് പറയുന്നത്, റെക്ടസ് മസിൽ റിപ്പയർ, ആ ഫേഷ്യയും മസിലും എല്ലാം റിപ്പയർ ചെയ്യണം. ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മൂന്നാമത്തെ പ്രശ്നം നോക്കാൻ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്കിൻ അങ്ങ് ലാക്സ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്താലും സ്കിൻ ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പം സ്കിന്നിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അംബ്ലിക്കസിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ആവും. അപ്പം ആ പൊക്കിളിൻ്റെ പൊസിഷൻ തിരിച്ച് ഒരു പുതിയ നിയോ അംബ്ലിക്കസ് അല്ലെങ്കിൽ ഒരു പുതിയ ഹോൾ ഉണ്ടാക്കി ആ അംബ്ലിക്കസിൻ്റെ പൊസിഷൻ മാറ്റി വന്നു. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആ നമ്മുടെ അബ്ഡോമിനോപ്ലാസ്റ്റി സർജറി പറഞ്ഞ് അല്ലെങ്കിൽ ടമ്മി ടക്ക് എന്ന് പറഞ്ഞ്. ഇതൊരു ഫുൾ ടമ്മി ടക്കാണ്. മിനി ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ മാത്രം വയറിൻ്റെ അടിഭാഗത്ത് ഉള്ള ദശയും സ്കിന്നും കട്ട് ചെയ്ത് കളയുമ്പോൾ അതൊരു മിനി ടമ്മി ടക്കാവും.
അപ്പോൾ ഒരു മിനി ടമ്മി ടക്ക് ഉണ്ട്, ഒരു ഫുൾ ടമ്മി ടക്ക് ഉണ്ട്. പിന്നെ നമുക്കൊരു ബെൽറ്റ് അബ്ഡോമിനോപ്ലാസ്റ്റി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ബോഡീൻ്റെ ബാക്കിലും ഉണ്ട്, ബട്ടക്സിൻ്റെ മേളി ഭാഗത്ത് ഇങ്ങനെ സ്കിന്നും ഫാറ്റും ഇങ്ങനെ ചാടി കിടക്കും. അപ്പോൾ അതിനൊരു ഞങ്ങളൊരു ഇൻസിഷൻ ഫ്രണ്ടിലേന്ന് ചെയ്തിട്ട് ബാക്കിലേയും ഫുൾ എക്സസൈസ് ചെയ്യും. അപ്പോൾ അതിനൊരു ബെൽറ്റ് അബ്ഡോമിനോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫുൾ റൗണ്ട് സർക്കംഫറൻഷ്യൽ ആയിട്ട് പോകും. കേട്ടിട്ട് ഭയങ്കര കോംപ്ലെക്സ് സർജറി പോലെ തോന്നുന്നു. കോംപ്ലെക്സ് അല്ല, അത് എല്ലാ സർജറിയിൽ കുറച്ചൊരു എന്താ പറയുന്നത്, ഇതിപ്പം കോസ്മെറ്റിക് സർജറി ഇങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു സെഞ്ച്വറി ബിഫോർ നമ്മൾ മെയിൻലി ഫങ്ഷണലായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഹെർണിയ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യും, അപ്പൻഡിക്സ് ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുള്ള മാത്രം ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഇത് അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യും, കൂടുതലായിട്ട് നമ്മൾ ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ നോക്കി നടക്കുന്ന ഒരു കാലം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ബെൽറ്റ് ലൈപ്പോസ് അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയും. ചില ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് എബ്രോഡ് ചെയ്യുന്ന പോലെ സർജറിയാണ്. ബട്ടക്സിൽ കൂടുതലായിട്ട് ബീച്ചിൽ പോകുന്നവരും ബീച്ച് വെയർ ഇടുന്നവർക്ക് അവർക്ക് ബട്ടക്സിന് അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അതിന് ബട്ടക്ക് ലിഫ്റ്റും ചെയ്യാറുണ്ട്, ബട്ട് ലിഫ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബട്ടക്ക് ലിഫ്റ്റ്സ്. അപ്പോൾ അവിടെ നമ്മൾ ആ എക്സ്ട്രാ ഉള്ള സ്കിന്നും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പോൾ സാർ ഈ ടമ്മി ടക്കിന് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? സെയിം ലൈക്ക് ഓൾ ദി അതർ ഓപ്പറേഷൻ. നമ്മൾ ഏത് ഓപ്പറേഷൻ എടുത്താലും അതിന് റുട്ടീനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് അനസ്തീസിയ ആയിട്ടുള്ള റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ സർജറി ആയിട്ട്. അത് ഇൻഫെക്ഷന്, ബ്ലീഡിങ്, ഹെമറ്റോമ. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന മുമ്പേ ആക്ച്വലി ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. നമ്മൾ ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അലർജീസ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം. ആ പേഷ്യൻറ്റിന് കാർഡിയാക് പ്രശ്നമുണ്ടോ, റീനൽ പ്രശ്നമുണ്ടോ, ലിവറിന് പ്രശ്നമുണ്ടോ, അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം, അവരുടെ ഒരു ഫിറ്റ്നസ് എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പം കൂടുതലായിട്ട് ഫിറ്റായിട്ട് നമ്മൾ ഉള്ള ആളെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോംപ്ലിക്കേഷൻസ് കുറയും. അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാത്ത ആളെ ആ ഒരു ലെവലിൽ നമ്മൾ ഫിറ്റ് ആക്കിയിട്ട് വേണം അതിനെ ചെയ്യാൻ. അതിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത്. ഇപ്പം ചില പേഷ്യൻ്റ് അബ്ഡോമിനോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ലങ് പ്രോബ്ലംസ് കാണും, അവർക്ക് ആസ്മ, അങ്ങനത്തെ COPD അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സർജറിക്ക് വേണ്ടി പോകാൻ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഈ സർജറിൻ്റെ സമയത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എല്ലാവരും ഫിറ്റ്നസ് കിട്ടിയിട്ട് വേണം നമ്മൾ അനസ്തെറ്റിസ്റ്റും നോക്കി അവരുടെ സൈഡിൽ നിന്ന് ഒരു ഫിറ്റ്നസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ സർജറിക്ക് വേണ്ടി പോകാൻ. ബിക്കോസ് ഇതൊരു കോസ്മെറ്റിക് സർജറി ആയതുകൊണ്ട് ഇതൊരു ഫങ്ഷണൽ സർജറി അല്ല, നമുക്ക് കുറച്ച് ഡിലേ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫിറ്റ്നസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ സർജറിക്ക് പോകാൻ. സാർ നമുക്കൊരു ലെങ്ത് ഓഫ് സ്റ്റേ ഹോസ്പിറ്റലിൽ പറയും. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ 3 ആഴ്ച ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരും എന്നൊക്കെ. അതങ്ങനെയാണ്? നോർമലി അങ്ങനെ അത്രയും ഒരു ലോങ് സ്റ്റേ വരാറില്ല. നോർമലി ഒരു 4 days to 5 days ചെയ്യാറുണ്ട് സ്റ്റേ. ഇപ്പോൾ നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ ICUയിൽ കിടക്കും. ഫസ്റ്റ് ഡേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഡേ ICUയിലായിരിക്കും. തേർഡ് ഡേ ഓക്കെ ആണെങ്കിൽ വാർഡിലോട്ട് വരും. പിന്നെ ഒരു 2 ദിവസം നമുക്ക് ചിലപ്പം ഈ ട്യൂബ്സൊക്കെ ഇടും. നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ട്യൂബ് ഇടും. അപ്പോൾ ഇത് അകത്ത് കളക്ട് ആവുന്ന ബ്ലഡ് അല്ലെങ്കിൽ വെള്ളം എന്തുവാന്നത് വെളിയിലോട്ട് വരാൻ വേണ്ടിയുള്ള ട്യൂബ്. അപ്പോൾ അത് ചിലപ്പം 2 ദിവസം കൂടുതലായിരിക്കുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം കൂടെ വെക്കും. ബിക്കോസ് ഈ ട്യൂബ്സ് വെച്ച് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ പേഷ്യൻസിനെ വീട്ടിൽ അയക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2 days കൂടെ അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ പേഷ്യൻ്റ് കംഫർട്ടബിൾ ആകുമ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. വെളിയിൽ എബ്രോഡൊക്കെ ആണെങ്കിൽ അവർ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി ഒരു അടുത്ത ഹോട്ടലിലോട്ട് മാറ്റി അവിടെ പോയി നോക്കി അങ്ങനെ ആ ഒരു ഫോർമാലിറ്റീസ് നമ്മൾ അങ്ങനെ ആ ഒരു വേയിലല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ പേഷ്യൻസ് ആക്ച്വലി കംപ്ലീറ്റ്ലി ബെറ്റർ ആകുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു പ്രശ്നം വരാൻ പാടില്ല, ആ വേയില നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്റ്റേ ഇഷ്യൂഡ് ഒന്ന് കൂടുതല ആസ് കമ്പയർഡ് ടു ഫോറിൻ ഔട്ട്സൈഡ് പേഷ്യൻസ്. പക്ഷേ അത്രയൊന്നും വരത്തില്ല, ഒരു 3 weeks ഒന്നും വരത്തില്ല. നോർമലി ഒരു 4 days 5 days അല്ലെങ്കിൽ പോയ 6 days യൂഷ്വലി. പിന്നെ എന്തെങ്കിലും അഡീഷണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സ്റ്റെൻഡ് ആവും. സർ, ഈ സ്കാറിനുള്ള സർജറി, സ്കാറൊക്കെ യൂഷ്വലി എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസിൽ വരാറുണ്ട്. അതിനുള്ള എന്താ സാർ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുന്നത്? സ്കാർസ് ആക്ച്വലി ഇപ്പോൾ നമുക്കൊരു ബോഡിയിലൊന്ന് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ആ ബോഡി ഒരു നോർമൽ ഹീലിംഗിൽ ഈ സ്കാർ ഫോം ആവുന്നത്. ഇപ്പം നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്യുകയാണെങ്കിൽ ആ അപ്രോക്സിമേഷൻ എങ്ങനെ ഉണ്ട്, അതിൻ്റെ പ്രഷർ എത്രയുണ്ട്, ആ ടെൻഷൻ എത്രയുണ്ട്, ആ സ്കിൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ പോയിട്ടില്ലയോ, ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ, ഇതെല്ലാം അനുസരിച്ചാണ് നമ്മുടെ ആ സ്കാർ ഇവോൾവ് ആവുന്നത്. ഇപ്പം നോർമലായിട്ട് വരുന്ന സ്കാർ നല്ലതായിട്ട് ഹീലായി വലിയതായിട്ട് കാണാറില്ല, നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല. പക്ഷെ ചില സ്കാർസ് പൊങ്ങിയിരിക്കും, ചില സ്കാർസ് താന്നിരിക്കും,
ചില സ്കാർസ് സ്ട്രെച്ച്ഡ് ഔട്ട് ആയി പോകും, സ്ട്രെച്ച്ഡ് ആയിട്ട് അങ്ങനെ വൈഡായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വരുന്ന സ്കാർസ് നമുക്ക് അതിനെ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സ്കാർസ് കൂടിക്കൊണ്ടിരിക്കും, അതിൻ്റെ കട്ടിയും അതിൻ്റെ തിക്നെസ്സും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ സ്കാർസിനാണ് നമ്മൾ കിലോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്കാർ വന്നാലും അതിനൊരു ആദ്യം ഇവാലുവേഷൻ ഉണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കാറാണ്, ഇതൊരു ഡിപ്രസ് സ്കാറാണോ, എലിവേറ്റഡ് സ്കാറാണോ, ഹൈപ്പർട്രോഫിക് സ്കാറാണോ, കിലോയിഡൽ സ്കാറാണോ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്കാറാണ് അത് അനുസരിച്ച് വേണം അതിൻ്റെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ. അപ്പം ചില സ്കാർസ് അതിൻ്റെ കളർ ലെസ് ആയിരിക്കും, അപ്പോൾ ഹൈപ്പോ പിഗ്മെൻറ്റഡ് സ്കാർസ് എന്ന് പറയും. ചില സ്കാർ ഡാർക്ക് കളർ ആയിരിക്കും, നോർമൽ സ്കിന്നിനെക്കാളും ഡാർക്ക് ആയിരിക്കും, അഥവാ ഹൈപ്പർ പിഗ്മെൻറ്റഡ് സ്കാർ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഓരോ കണ്ടീഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. ഇപ്പം ഡാർക്കായിട്ടുള്ള സ്കാർ ആണെങ്കിൽ നമുക്കതിന് ലൈറ്റനിങ് ക്രീംസ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്കാർസ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് സർജറി ആവശ്യം വരും. അപ്പോൾ നമ്മൾ അതിന് റിവിഷൻ സർജറി എന്ന് പറയും. അതിന് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് അത് ആദ്യത്തെ പോലെയുള്ള സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അത് നമ്മൾ നോക്കാം. ചില സ്കാർസ് അവിടുത്തെ ദശ ചിലപ്പം പോയി കാണാം, അപ്പോൾ അത് വലിച്ച് തുന്നി ചെയ്തായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്കാർസിൽ ടിഷ്യൂ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും അവിടെ ഒരു പ്ലാസ്റ്റിയോ എന്തെങ്കിലും അങ്ങനെ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയർ ചെയ്തിട്ട് ആ ടെൻഷൻ കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പിന്നെ ചില സ്കാർസ് നമ്മൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചിലതിന് സിലിക്കോൺ ജെൽസ് ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്, ചിലതിന് പ്രഷർ കൊടുക്കാറുണ്ട്. ചില റെയറായിട്ടുള്ള നമ്മൾ ചില സ്കാർസിന് റേഡിയേഷൻ കൊടുക്കാറുണ്ട്, ചില കിലോയിഡൽ സ്കാർസിന്. പക്ഷെ അത് കുറച്ച് റെയറാണ്, യൂഷ്വലി കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഈ സ്കാർ ഹാസ് എ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഒരു സ്കാർ നോക്കിയിട്ട് അത് ആ സ്കാർ എങ്ങനെ ഫോമായി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തുവാ, അതിനെന്തോ നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് വേണം ചെയ്യാൻ. ബിക്കോസ് ഒരു സ്കാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ ആയിട്ട് കൊടുത്താൽ അത് ശരിയാവില്ല. പിന്നെ ചില കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെവി വലുതാ, ആന ചെവി എന്നൊക്കെ പറയാറുണ്ട്. അതിനെന്തെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ബാറ്റ് ഇയേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അത് ആക്ച്വലി നമ്മൾ വവ്വാലിൻ്റെ ചെവി കണ്ടിട്ടില്ല, ഇങ്ങനെ വലുതായിട്ട് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ ചെവി ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വെളിയിലോട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് ബാറ്റ് ഇയേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സെറ്റ് ബാക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യും. അപ്പോൾ ഈ ഇയറിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഇയറിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ഇതിന് എന്തോ ആ പ്രോബ്ലം എൻ്റെ അകത്ത്, ഇത് സൈസാണോ കൂടുതലായിട്ടുള്ളത് അതോ ജസ്റ്റ് അത് വെളി ഔട്ട് പ്രൊജക്റ്റഡ് ആണ്. അപ്പോൾ ഔട്ട് പ്രൊജക്ഷൻ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി സെറ്റ് ബാക്ക് പ്രൊസീജിയർ ഉണ്ട്. അതിൽ നമ്മൾ ഈ ചെവിൻ്റെ കാണാത്ത ആ ഭാഗത്തിൽ നമ്മൾ ഇൻസിഷൻ